എൻ്റെ കയ്യിൽ നിന്ന് കറങ്ങുന്ന ഇവനും കറങ്ങുന്ന ഞാനും. അതാണ് ഇന്നത്തെ വ്ളോഗ്. മര്യാദയ്ക്ക് പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാൻ പോയിരുന്നേ എനിക്ക് 9 മണി തൊട്ട് 5 മണി വരെ പണിയെടുത്താൽ മതിയായിരുന്നു. ഇത് ഞാൻ കാലത്ത് തൊട്ട് വൈകുന്നേരം എടുക്കുന്ന പണിയാണ് ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ കുരിപ്പിന് ഫുഡ് കൊടുത്തോണ്ടിരുന്ന കുരിപ്പില്ലേ, അതായത് എൻ്റെ മമ്മിക്ക് നാളൊരു സർജറി ഉണ്ട്. പുള്ളിക്കാരിയുടെ ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയതാണ്. ഒരു നീണ്ട ലിസ്റ്റ് എന്നായിരുന്നു ബ്ലഡ് എടുക്കാൻ. ബ്ലഡൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഞാൻ ഇന്ന് നോമ്പായിരുന്നു, അതുകൊണ്ട് തന്നെ എണീക്കാനും കുറച്ച് ലേറ്റായി. പിന്നെ കുറേ നേരം ഹോസ്പിറ്റലിലല്ലായിരുന്നു, അതുകൊണ്ട് മോന് ലഞ്ചൊന്നും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. മോനെ കൊണ്ട് ഞാൻ സ്കൂളിലാക്കുകയും ചെയ്തു. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കടയിൽ പോയി അവന് ഇഷ്ടമുള്ള കുറച്ച് ചിക്കൻ പോപ്സൊക്കെ മേടിച്ച് അവന് സ്കൂളിൽ കൊണ്ട് കൊടുത്തു. നല്ല തലേൻ്റെ മണ്ടയ്ക്ക് നിൽക്കണ സൂര്യനായിരുന്നു. ഉച്ചയിൽ വെയിലടിക്കുന്നൊക്കെ കേട്ടിട്ടില്ല, അമ്മാതിരി വെയിലായിരുന്നു. പോരാത്തതിന് ഹെൽമെറ്റും കൂടി ഞാൻ ആകെ തളർന്നു. നോമ്പായതുകൊണ്ട് വെള്ളം പോലും കുടിക്കാനും പറ്റത്തില്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് ബാങ്കിൽ പോകണം, മാമൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്, മാമനെ എടുക്കാൻ കൂടെ പോകണം, അനിയനെ എടുക്കാൻ പോകണം, റെയിൽവേ സ്റ്റേഷൻ പോകണം. അങ്ങനെ നീണ്ട വണ്ടി ഓടിക്കൽ പണികൾ എനിക്ക് പിന്നെയും ഉണ്ട്. എന്താ അല്ലേ, തിരിച്ച് വീട്ടിൽ വന്ന് മോക്കുള്ള ഫുഡും കൊടുത്ത് ഞാൻ സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. അതോടെ എൻ്റെ ബാങ്കിൽ പോക്ക് അങ്ങ് ക്യാൻസലാക്കി കിട്ടി. ഇന്ന് എന്നെ എടുക്കാൻ കാറിൽ തന്നെ വരണേ ഉമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് ആ സാഹസം കാണിക്കാൻ പോകണം കേട്ടോ. മോനെ വിളിക്കാൻ കാറിലാണ് പോയത്. ഞാനും എൻ്റെ മോളും അനിയത്തിയായിട്ടാണ് പോയത്. അത്ര പ്രോയൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി മോനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. മാത്രമല്ല എനിക്ക് ഇനിയും കുറച്ച് നീണ്ട പണികളുടെ ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പം മോനെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ അനിയനെ വിളിക്കാൻ പോകാനും മാമൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ പോകാനും. ഇത് രണ്ടും എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല, കാരണം ഫോൺ ഓഫായി പോയി ഗൈസ്. തിരിച്ച് പോകുന്ന വഴിക്ക് എവിടെ പോയാലും ബേക്കറി പോയി എന്തെങ്കിലും മേടിച്ചിട്ട് അവർ വീട്ടിൽ വരാറുള്ളൂ. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറേ നേരം പോസ്റ്റായിട്ട് ചത്ത കുത്തിയിരുന്നു. എന്നിട്ട് വീട്ടിൽ പോയി വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതേനും ബാങ്ക് കേട്ടു, ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഒരു ഈന്തപ്പഴവും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. ഞാനപ്പോൾ വീണ വീഴ്ചയാണ്. പിന്നീട് എഴുന്നേൽക്കുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനാണ്. ഈ കഷ്ടപ്പാട് നിങ്ങൾ കാണാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.